ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഉദയഭാനുവും ശ്രീകലയും കൂടെ ദേവമംഗലത്ത് വന്ന് ദേവി ഗർഭിണിയാണെന്നുള്ള കാര്യം അങ്ങ് എല്ലാവരോടും പറഞ്ഞു. അത് കേൾക്കുമ്പോൾ തന്നെ ബാലൻ സന്തോഷമാവുന്നുണ്ട്. ഉദയഭാനുവിൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കണമെന്ന് പറഞ്ഞാണ് അങ്ങോട്ട് വരുന്നത്. പക്ഷേ താനൊരു മുത്തച്ഛനാവാൻ പോകുമെന്ന് അറിഞ്ഞ സമയത്ത് എന്തായാലും തൽക്കാലം ഇതൊന്നും പറയേണ്ടെന്ന് മാറ്റി വെച്ചേക്കാം എന്നും പറഞ്ഞ് സമാധാനിക്കുകയാണ്. പക്ഷേ നമ്മുടെ ആനന്ദ് ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെ വിശ്വസിക്കണമൊന്നും ഇല്ല കേട്ടോ. ആനന്ദ് നേരെ ദേവിയെ വിളിക്കുകയാണ് ഫോണിൽ. എന്നിട്ട് ദേവിക്ക് കുറേ കൊടുക്കുന്നുണ്ട്. എടി, ഇനി അടുത്ത ഉടായ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ? ഇത് ആരുടെ ബുദ്ധിയാടി? നിൻ്റെ അച്ഛൻ്റെ ആണോ അമ്മയുടെ ആണോ അതോ നിൻ്റെ ബുദ്ധിയാണോ? ഗർഭിണിയാണോ പോലും ഗർഭിണി, ചുമ്മാ കള്ളഗർഭവും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് അടവ ഇറക്കരുതേ. ഞാനിതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല ആനന്ദേട്ടാ, അങ്ങനെയല്ല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ദേവി തുടങ്ങുകയാണ്. നീ ഒറ്റ അക്ഷരം മിണ്ടിപ്പോയില്ല. നിന്നെയൊക്കെ എല്ലാത്തിനും എനിക്ക് മനസ്സിലായി. എല്ലാ കാര്യങ്ങളും ഇന്ന് പൊളിച്ചെടുക്കണമെന്നും പറഞ്ഞ് ഞാൻ ഇരുന്നതായിരുന്നു. എൻ്റെ കുടുംബത്തെ ഇത്രത്തോളം ചതിച്ചിട്ട് വീണ്ടും ചതിയും കൊണ്ട് വന്നേക്കല്ലേ? എങ്ങനെയെങ്കിലും ദേവമംഗലത്ത് കയറി പറ്റണം. അതിനു വേണ്ടി അടുത്ത ഗർഭനാടകമായിട്ട് വന്നേക്കുക. ഇങ്ങോട്ട് ഞാൻ അടുപ്പിക്കില്ല. ഞാൻ ഡിവോഴ്സ് നോട്ടീസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തീരുമാനത്തിലാക്കിയിരിക്കും എന്നും പറഞ്ഞ് ആനന്ദ്. എന്നാലും ഇപ്പോൾ ചാടിക്കയറി ഇതൊന്നും പറയാനും ആനന്ദിന് തോന്നണില്ല കേട്ടോ. കാരണം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഇതിനിടയിൽ കൂടെ സാധാരണ നമ്മുടെ ഉദയഭാനുവിന് ഭയങ്കര പൊങ്ങച്ചം പറച്ചിലാണ്. അപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നുണ്ട് 2 പേർക്കും വീതം നമ്മുടെ ഗോമതി. അപ്പോൾ എന്നിട്ട് ഗോമതി പറയാണ്, നല്ലൊരു ദിവസം നോക്കി നമുക്ക് വിളിച്ചുകൊണ്ട് വരണ്ടേ ദേവിയെ എന്ന് പറയാം. അതെ, എന്നാൽ പിന്നെ ഇന്ന് തന്നെ ആയിക്കോട്ടെ. സമയം നോക്കി നമുക്ക് ഇന്ന് തന്നെ ദേവി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം എന്ന് ബാലനും തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ടെൻഷനായിട്ടിരിക്കുക. കാരണം ദേവിയെ വിളിച്ച് എന്താണാവോ ആനന്ദ് സംസാരിച്ചത്, ഇനിയിപ്പോൾ തിരിച്ച് ദേവി എന്താണാവോ പറഞ്ഞത്, ആ ടെൻഷനിൽ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഉദയഭാനു. അപ്പോൾ തന്നെ കുടിച്ച വെള്ളം പെട്ടെന്ന് തൊണ്ടയിലേക്ക് പോവുകയാണ്. ഇക്കിള് വരികയാണ് കേട്ടോ. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. ഒന്നുമില്ല, അതേ അത്രയ്ക്ക് പോരാ കേട്ടോ ഈ ഒരു ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ ബാലനൊരുമാതിരി ആവാണ്, ഗോമതിയും വല്ലാണ്ടാവാണ്. ഗോമതി ഉണ്ടാക്കി കൊടുത്തതല്ലേ, പെട്ടെന്ന് മാറ്റി പറയുന്നുണ്ട്. അതെ, നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെന്നോ അതുകൊണ്ടൊന്നുമല്ല, ഓറഞ്ചിൻ്റെ കുഴപ്പമോ. ഫസ്റ്റ് ക്വാളിറ്റി ഓറഞ്ചൊക്കെ എവിടെ കിട്ടാനാ? ഞാൻ കൂർക്കിൽ ഒരു 100 ഏക്കറോളം സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്. അവിടെ 3/4 പങ്കും ഈ ഓറഞ്ച് കൃഷിയാണ് നടത്തുന്നത്. എക്സ്പോർട്ടിംഗ് ആണേ. പിന്നെ അതിൻ്റെ ഒരു പകുതിയോളം ഞാൻ ആനന്ദിന് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആനന്ദ് സമ്മതിക്കണ്ടേ, ദേവിയും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, അതെന്താണെന്നറിയോ, ആരുടെ ഔദാര്യം പറ്റുന്നത് ബാലേട്ടന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. പക്ഷേ ബാലൻ ഒരു പണി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉദയഭാനു പറയണ എല്ലാം കള്ളത്തരമാണല്ലോ, അതൊക്കെ ബാലൻ കണ്ടുപിടിച്ചെന്നുള്ള കാര്യം ഇവർ അറിയണില്ല. അപ്പോൾ ബാലൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, എനിക്കങ്ങനെ എന്തായാലും നാണക്കേടൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഉദയഭാനു സാറിന് അങ്ങനെ ആനന്ദിൻ്റെ പേരിൽ എഴുതി കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ 100 ഏക്കർ ആനന്ദിൻ്റെ പേരിൽ എഴുതി കൊടുത്തു എന്നങ്ങ് പറയാം. അതോടുകൂടി പെട്ടുപോയി. ഇനിയിപ്പോൾ അടുത്ത അടവ് എന്താ? അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ദേവിയെ എന്തായാലും വിളിച്ചുകൊണ്ട് വരണമെന്നും പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആകാശിനും ആര്യനും ഭയങ്കരമായിട്ട് സംശയം തോന്നുന്നുണ്ട്. ആനന്ദിൻ്റെ സ്വഭാവം എന്താണെന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആനന്ദിനെ അന്വേഷിക്കാൻ ചെല്ലുന്നുണ്ട് കേട്ടോ. എന്താണ് കാര്യം, ഇപ്പോഴാണോ ആനന്ദേട്ടൻ അറിഞ്ഞത് ഗർഭിണിയാണെന്നുള്ള കാര്യം? അവർ പറഞ്ഞപ്പോൾ നേരത്തെ അറിഞ്ഞില്ലായിരുന്നോ? ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന്. പക്ഷേ ആനന്ദൊന്നും വിട്ട് പറയുന്നില്ല. അതുപോലെ കൃഷ്ണമംഗലത്തുള്ളവർ വീണ്ടും ഗോമതിയെയും ബാലിനെയും ചൊറിയാൻ പോവുക. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അവരെ വെറുതെ ചൊറിയാൻ പോയി പണി വാങ്ങിച്ച് പിടിക്കരുത്. അറിയാലോ, ഇവിടുത്തെ സ്വത്തുവകകളെല്ലാം ഗോമതിയുടെ പേരിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ അവളെ വെറുപ്പിച്ചാൽ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മക്കളെ മനസ്സിലാക്കണം കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്